മനുഷ്യന്റെ കായിക ശക്തിക്ക്, അംഗബലത്തിന്, ആയുധ ശക്തിക്ക്, ബാങ്ക് ബാലൻസിന്, കെട്ടിപ്പൊക്കിയ സൗധങ്ങൾക്ക്, സ്വരുക്കൂട്ടിയ സമ്പത്തിന്, നേടിയ വിദ്യാഭ്യാസത്തിന്, ആർജിച്ചെടുത്ത സ്ഥാനമാനങ്ങൾക്ക്, ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾക്ക്, സൽപ്പേരിന്, യശസ്സിന്, പദവിക്ക്, പ്രശസ്തിക്ക്, പേരിന്, സ്ഥാനമാനങ്ങൾക്ക് ഈ വിധിയെ മാറ്റിമറിക്കാനുള്ള ശേഷിയില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ വിധിക്കപ്പെടുന്നതിനെ മാറ്റാൻ ഈ ഭൂമിയിൽ അവൻ നേടിയ യാതൊരു ഭൗതിക ആനുകൂല്യങ്ങൾക്കും ശേഷിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നീ ജീവിച്ചിരിക്കുമ്പോ ഒന്നിന് സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന മോശപ്പെട്ട ദിനങ്ങളും വർഷങ്ങളും വരുന്നതിന് മുമ്പ് നീ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ദൈവത്തെ അറിയണം. നമുക്ക് ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോയ ഈ അതിഭൗതികതയുടെ മലവെള്ളപ്പാച്ചിലിൽ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ മണ്ണ് ഒഴുകിപ്പോയ ആ കുലം കുത്തി ഒഴുകിപ്പോയ ആ നഷ്ടത്തിന് കാരണമായി അടികിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് ഈ ഭൂമി അവനെ സംരക്ഷിക്കും എന്ന്. ഈ ഭൂമിയിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഈ ഭൂമിയിലെ നേട്ടങ്ങൾ, അതുകൊണ്ട് എന്താണ്, അരസന്റെ സ്ഥലത്തിന് വേണ്ടി തമ്മിൽ തല്ലാൻ മനുഷ്യന് മടിയില്ല. വസ്തുവീതം വെച്ചതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ ആജന്മ വൈരികളായി മാറുന്നതിന് മനുഷ്യനൊന്നും മടിയില്ല. ഒരല്പം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏത് പ്രിയപ്പെട്ടവരെയും അവരുടെ ഇടനെഞ്ചിലേക്ക് നിഗൂഢമായി കത്തിയാഴ്ത്തി കൊലപ്പെടുത്താൻ, വഞ്ചിക്കാൻ, ചതിക്കാൻ മനുഷ്യന് മടിയില്ല. കാരണം എന്താ അറിയാം, അല്പം നേട്ടത്തിന് വേണ്ടി, 50 രൂപ ലാഭത്തിന് വേണ്ടി, ഒരല്പം